നമസ്കാരം. ഒരു 13 വയസ്സുകാരിയുടെ കഴപ്പ് അങ്ങനെ മാറിക്കിട്ടി എന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലയിൽ ഒരു വെറും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, 13 വയസ്സേ ആയിട്ടുള്ളൂ. അവളെ 10ഓളം യുവാക്കൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവൾ പരാതി കൊടുത്തിരിക്കുന്നത്. പരാതിയിൽ അവൾ ഉറച്ചു നിന്നു. അവസാനം മെഡിക്കൽ പരിശോധനയിൽ അവൾക്ക് അങ്ങനെ ഒരു പീഡനം നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവളുടെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് പിന്നീടാണ് അവൾ പറയുന്നത് പ്രണയ നൈരാശ്യം, അവളുടെ പ്രണയ പരാജയം കൊണ്ട് അവൾ പറഞ്ഞു പോയതാണെന്ന്. അത് മാത്രമല്ല, അവൾ പറഞ്ഞിരിക്കുന്ന കാലിൽ ബൂട്ടിട്ട് ചവിട്ടി, മുടിയിൽ പിടിച്ച് വലിച്ചു, ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞ ആളെന്ന് പറഞ്ഞിട്ടും അവളെ പീഡിപ്പിച്ചെന്ന്. എൻ്റെ പൊന്നു കുരുപ്പേ, നീയൊക്കെ വളർന്ന് കേരളത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ ആയിട്ട് വന്നിരിക്കുകയാണ്. ഓരോരോ ഫെമിനിസ്റ്റുകളും ഓരോരോ ഇന്നത്തെ മാധ്യമങ്ങളും കാണിച്ചു കൂട്ടുന്ന കുഴപ്പങ്ങളാണ് ഇന്നത്തെ ഈ കുരുന്ന് പെൺപിള്ളേർ വരെ പീഡന പരാതിയുമായിട്ട് വരുന്നത്. സ്വന്തം ശരീരത്തിന് വിലയില്ല എന്നുള്ളതാണ്. സ്വന്തം മാനത്തിന് വിലയില്ല. മാനത്തിന് വിലയുണ്ടായിരുന്നുവെങ്കിൽ ഇതിങ്ങനെ പറയില്ലായിരുന്നു. വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. ഇനിയുള്ള തലമുറ എങ്ങോട്ടാണ് പോകുന്നത്? ഈ പീഡനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഒരു പെൺകുട്ടി, ഒരു യുവാവിൻ്റെ ുമായിട്ടുള്ള പ്രണയിക്കാനുള്ള പ്രായമായോ? 13 വയസ്സാണ്. ഇത് ആണുങ്ങൾ തന്നെ, പാവാടകൾ തന്നെ പറയും കൊച്ചുകുട്ടി, അവൾ എടോ, ഇതൊക്കെ പെൺപിള്ളേർക്ക് ഈ കുഞ്ഞിലേ ഇതിൻ്റെയൊക്കെ നമ്മൾ ആണുങ്ങൾക്കുള്ളതുപോലെ അല്ല. അവർക്ക് ആ ഭയങ്കരമായിട്ടുള്ള അറിവ് കൂടിപ്പോകുന്നതാണ് കുഴപ്പം. ഇവിടെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന തള്ളയും തന്തേൻ്റെ കാര്യം അതിനേക്കാളും ഗതികേടാണ്. കാര്യം അവർ മാതൃകയായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാതൃകയായിട്ട് പോയിരുന്നെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഇന്ന് അച്ഛന്മാർക്ക് റോളില്ലല്ലോ, റോള് മൊത്തം അമ്മമാർക്കാണല്ലോ. അപ്പോൾ അതിൻ്റെ പാളിച്ചകളാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നേ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അറിയാലോ, നമ്മളൊക്കെ ഇത് ചിന്തിച്ചിട്ട് പോലുമില്ല, ചിന്തിക്കാൻ പോലും പറ്റുന്നൊരവസ്ഥയല്ല. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യാം, നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. പുരുഷന്മാർ ഒരുമിച്ച് നിന്ന് സംഘടിച്ച് നിന്ന് നിയമങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ നിയമങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 13 വയസ്സായ കൊച്ചുകുട്ടി വരെ അത് മനസ്സിലാക്കി. കൊച്ചുകുട്ടി വരെ മനസ്സിലാക്കി ഇവിടുത്തെ നിയമം അവൾക്ക് അനുകൂലമാണെന്നുള്ളത്. അവൾക്ക് എന്ത് തോന്നിയവാസം കാണിക്കാമെന്നുള്ളത് അവൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ പുരുഷന്മാരാണ് ഒന്നിച്ച് നിൽക്കാത്തത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ളവർ കൊണ്ടുവരട്ടെ, അപ്പോൾ അണ്ണാക്കിനകത്ത് തന്നാൽ കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന പുരുഷന്മാരാണ് ഇതിനകത്തുള്ളത്. അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വേണ്ടി ജയ് വിളിക്കാൻ വേണ്ടി എല്ലാവരും ഇറങ്ങും. ഈ രാഷ്ട്രീയം കൊണ്ടൊന്നും നേതാക്കന്മാർക്ക് ഗുണമുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ മതവും, നമുക്ക് മതം വേണം. ഞാനും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുരുഷന്മാർ സംഘടിച്ച് നിൽക്കാതെ ഒരു കാരണവശാലും ഒരിടത്തും എത്താൻ പോകുന്നില്ല. എത്തണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഇവിടുത്തെ നിയമങ്ങൾ നമുക്ക് അനുകൂലമല്ല, പ്രതികൂലമാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്കിനിയും ജീവിക്കാം എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം. അപ്പോൾ എല്ലാവരും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ.